നമ്മളൊരു ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ അല്പം ഗ്രേവിയോട് കൂടിയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനത് ചോറിലേക്കാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നുകൂടി ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ ഇത് പ്യൂർ റോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടും. അപ്പോൾ ഒരു 2-2.5 സ്പൂണോളം എണ്ണ ഒഴിക്കുക, ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം ജീരകം, നല്ല ജീരകം ഒരു സ്പൂൺ കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി, ഇഞ്ചിക്ക് നീളമുള്ള ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ അതിനകത്തേക്ക് ഇടാം. ഒരു 2 സെക്കൻഡ് ഒന്ന് ഇളക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വറ്റൽമുളക് ഇടാൻ അത് ഇഷ്ടമാണ്. ഇത് അത്രയധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ ഞാനിതിനകത്ത് പച്ചമുളകും മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവുണ്ടാവും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഈ സമയത്ത് ചേർക്കാം. അതിലേക്ക് ഒരു സവോള, മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞു. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഉപ്പ്, ഞാൻ ചിക്കൻ ഒരു 3/4 സ്പൂൺ ഉപ്പും 1 സ്പൂണ് ഗരം മസാലയും ഒന്ന് പ്രഷർ കുക്കറിലൊന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിലൊന്ന് പ്രഷർ വരുത്തിയിട്ടുണ്ട്. ഒറ്റ പ്രഷറിന് വേണ്ടു. അപ്പോൾ നമുക്ക് ആ ഗ്രേവിയും കിട്ടും, അതുപോലെ ചിക്കൻ ഒന്ന് നന്നായി വെന്തും കിട്ടും. അപ്പോഴത്തേക്ക് പക്ഷെ ഞാൻ ഇതിനാ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചിക്കൻ്റെ ഒരു സ്റ്റോക്ക് അതിനകത്തേക്ക് കിട്ടും. ഉള്ളി വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷം വരാം. ഉള്ളി ഒന്ന് മൂത്ത് ഒന്ന് ബ്രൗൺ കളറായി വരാൻ തുടങ്ങുന്ന സമയത്ത് തീ ചെറുതാക്കി വയ്ക്കുക. എന്നിട്ട് ഒരു തക്കാളി, ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ സൈസ് തക്കാളിയാണ്. അതിലെ ആദ്യത്തെ തക്കാളി ഇപ്പോൾ ചേർക്കും. ഇതിൽ തക്കാളി കുറച്ച് കൂടുതൽ നിൽക്കും. ഇതിൻ്റെ ഒരു മധുരം പുളിപ്പും സവോള ഈ വല്ലവണ്ണം മുക്കാത്തുനിന്ന് സവോളയുടെ മധുരമൊക്കെ കൂടിയിട്ട് കുറച്ച് മധുരമുള്ള എന്നാൽ എരിവുള്ള ഇപ്പം പുളിയോടുകൂടിയ ഒരു റോസ്റ്റാണ് ഇതിനകത്ത് കിട്ടുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞ് അത് വെന്ത് വരും. തക്കാളി ഒന്ന് വെന്തു. ഞാൻ ഇതിനിടയിൽ ഒന്ന് ഇളക്കിയിട്ടിരുന്നു. ഇപ്പോൾ ആ തക്കാളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി തക്കാളി ഒന്ന് വെന്തു എന്നിളക്കുക. എന്നിട്ട് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 1 ഏത്തകള് വേപ്പിൽ. ഇനി നമുക്ക് പൊടികളെ ചേർത്ത് വേപ്പിലായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി. മല്ലി ഒന്ന് കൂടുതൽ നിൽക്കണം. മല്ലി ഒന്ന് മൂത്ത് വരാനായിട്ട്
ഇത് ഈ ഒരു പൊസിഷനിൽ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കാം. അപ്പൊ ആ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരും. കാരണം മുളക് പൊടി പൊതുവെ പെട്ടെന്ന് ആവുന്ന ഒരു സാധനം. അപ്പോൾ അധികം നേരം മുളക് പൊടി ഇതാക്കണ്ട. ഒരു 2.5 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അതിന് കൂടെ ഒരു 3 സ്പൂണ് ചിക്കൻ മസാല. ഇത് രണ്ടും പെട്ടെന്ന് വേവുന്ന അല്ലെങ്കിൽ മൂക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അവസാനം വെട്ടാൻ മതി. ഒന്ന് ഇളക്കുക. ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങൾക്ക് ഈ പൊടികളെല്ലാം മൂത്ത് എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എണ്ണ കിഞ്ഞു വരും. അത് പെട്ടെന്ന് അറിയാനായിട്ട് ഈ വേപ്പിലയുടെ അല്ലെങ്കിൽ വറ്റൽമുളക് ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ തൊണ്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെയും നിങ്ങളുടെ വേപ്പില ഇപ്പോഴാണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വേപ്പിലയുടെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എണ്ണമയം കൂടി വരുന്നത് കാണും. അതൊരു തിളങ്ങാൻ തുടങ്ങും. അതിനർത്ഥം ഈ പൊടികളെല്ലാം മൂത്തു എന്ന് തന്നെയാണ്. അപ്പോൾ ഇളക്കിയിട്ടതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടാം. ഞാൻ നേരത്തെ ചിക്കൻ പ്രഷർ കുക്കറിൽ വേവിച്ചു എന്ന് പറഞ്ഞിരുന്നു. ഒരു 1/2 സ്പൂണോളം ഗരം മസാലയും 3/4 സ്പൂണോളം ഉപ്പുമാണ് ഞാൻ ഇതിനെ ഇട്ടിട്ടുള്ള. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഇടാം. വേണമെങ്കിൽ, ഞാൻ നിർബന്ധം പറയില്ല, വേണമെങ്കിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞപ്പൊടി. അങ്ങനെ മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ടിരുന്നു, അതിടുന്നു. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. ഇപ്പൊ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ചിക്കൻ ഉണ്ടാകുക. നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റിക്കണം. ഇത്രയും ഗ്രേവി നമുക്ക് ആവശ്യമില്ല. ഒന്ന് ഇളക്കുക. ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് അടക്കി ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം. വെള്ളം തിളച്ചു. എണ്ണയൊക്കെ സൈഡിൽ വന്നു തുടങ്ങി. ഈ ഒരു പൊസിഷനിൽ നിലക്കുക. വെള്ളം ഇനിയും കുറച്ചുകൂടെയും വറ്റണം. വറ്റി അതിന്റെ മാക്സിമത്തിൽ വയ്ക്കുക. പെട്ടെന്ന് വറ്റിക്കണം. ഈ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള തക്കാളി, അതായത് ഒരു തക്കാളി നമ്മൾ ഇട്ട് നേരത്തെ ഇനി ഒരു തക്കാളി ഉള്ളിയുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി കുറുകി വരണം. അത്യാവശ്യം കുറുകി വന്നു തുടങ്ങി. ഇനിയും അത് നോക്കി കൊടുക്കാം. ഞാനിവിടെ ചോറിലേക്ക്, ഞാൻ നേരത്തെ ചോറിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ചില്ലി സോസ്, ഒരു 1/2 സ്പൂണോളം ഒഴിച്ചാൽ മതി. 1 സ്പൂണ് ടൊമാറ്റോ സോസ്, നന്നായി ഇളക്കുക.
വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ പാകണം. നിങ്ങൾ ഉള്ളിയുടെ എണ്ണം 1 നിന്ന് 2 ആക്കിയിട്ട് ഒന്നുകൂടി കുറുക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു 4-5 കശുവണ്ടി അരച്ച് ഇതിലേക്ക് ഒഴിച്ചു. ഒരു 4-5 കശുവണ്ടി, ഞാനിവിടെ ഇപ്പോൾ 6 കശുവണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ അരച്ചേക്കുന്നത്. 4-5 മതി. ഇനി കുറുകണ്ട, തീ കുറച്ച് വയ്ക്കാം. ഞാനിവിടെ ചോറിലേക്ക് ആയതുകൊണ്ട് അധികം കുറുക്കിയെടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറുക്കി എടുക്കാം. ഇതൊരു ചിക്കൻ കറി രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഉള്ളി കൂടി ഇട്ടിട്ട് ഇതൊന്നുകൂടി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറുക്കിയിടണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഒന്നുകൂടി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല റോസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുവെക്കിയത്, ഒരു തണ്ട് വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇടും. ഇളക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ മണവും ഇതൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അല്പം മതി. അധികമൊന്നും വേണ്ട, അല്പം മതി. ഞാനിവിടെ അല്പം മല്ലിയില കൂടി ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഒന്നുകൂടി ഇത് ഇളക്കാം. ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിന് കുറച്ചുകൂടി ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ടും ഇത് എടുക്കാം. ഇത്രയും ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടച്ചു. ബസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പീസ് ബട്ടർ കൂടി ഇതിനകത്തേക്ക് ചേർക്കാട്ടോ. ഇവിടെ ബട്ടറിന്റെ കയ്യിലായതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ബട്ടർ എടുത്തു.